linearity of the Fourier transform. Laplace transform, Fourier sine transform, Fourier cosine transform, Fourier transform in the linearity property. ചുരുക്കി പറഞ്ഞാൽ f of the Fourier transform of AF plus BG is equal to A into Fourier transform of F plus B into Fourier transform of G. Fourier transform എന്ന് പറയുന്ന ഓപ്പറേഷൻ ലീനിയർ ആണ്. The Fourier transform is a linear operation. ഇത് പ്രൂവ് ആകുന്നതിന് എഫിനും ജിക്കും ഒക്കെ ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണം. എഫിനും ജിക്കും ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ എഫ് പ്ലസ് ബി ജിക്കും ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും. എ എഫ് പ്ലസ് ബി ജിയുടെ ട്രാൻസ്ഫോം കിട്ടാൻ എഫിന്റെ ട്രാൻസ്ഫോമിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ജിയുടെ ട്രാൻസ്ഫോമിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. സാധാരണ മറ്റ് ട്രാൻസ്ഫോമുകളിൽ നമ്മൾ പറഞ്ഞ അതേ ലിനിയാരിറ്റി പ്രോപ്പർട്ടി. അതിന്റെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയാം. The Fourier transform is a linear operation. That is, for any functions f of x and g of x whose Fourier transforms exist and any constants a and b, the Fourier transform of AF അല്ലെങ്കിൽ a into f of x plus b into g of x exist and f of a into f of x plus b into g of x is equal to a into f of x plus b into f of g of x. എക്സ് വേണമെങ്കിൽ ഒഴിവാക്കി പറയാവുന്നതാണ്. പ്രൂഫും മാറ്റ് ട്രാൻസ്ഫോമിൽ ചെയ്തതുപോലെ ഉള്ളൂ. ജസ്റ്റ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രലിന്റെ ലിനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. The Fourier transform of AF plus BG, A into f of x plus b into g of x, ചുരുക്കി AF plus BG എന്ന് എഴുതാം, is equal to ഡെഫിനിഷൻ പ്രകാരം ഇത് 1 by root of 2 pi into integral minus infinity to infinity. ഏത് ഫംഗ്ഷന്റെ ട്രാൻസ്ഫോം ആണോ ആ ഫംഗ്ഷൻ എടുക്കണം. ഫംഗ്ഷൻ a into f of x plus b into g of x. ഇന്റഗ്രലിനകത്ത് എഴുതുമ്പോൾ എക്സും കൂടെ എഴുതണം വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഇന്റഗ്രേഷൻ. അപ്പൊ എക്സിന്റെ ഫംഗ്ഷൻ ഏതാ നമുക്ക് കാണുമ്പോൾ അറിയണം. അപ്പൊ അതിനെ അകത്ത് എഴുതുമ്പോൾ ഇന്റഗ്രേഷന്റെ അകത്ത് എഴുതുമ്പോൾ എക്സ് ഒഴിവാക്കരുത്. ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു അത് ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക രണ്ടായിട്ട്. 1 by root of 2 pi into integral minus infinity to infinity of a into f of x into e raised to negative I w x plus b into g of x into e raised to negative I w x the whole into dx. ഇനി നമുക്കതിനെ രണ്ട് ഇന്റഗ്രലാക്കാം. 1 by root of 2 pi into രണ്ട് ഇന്റഗ്രലാക്കുമ്പോൾ ആദ്യത്തെ ഇന്റഗ്രലിൽ എ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിങ്ങനെ ആദ്യം എഴുതാം. a into 1 by root of 2 pi into integral minus infinity to infinity f of x into e raised to negative I w x with respect to x into dx plus ഇതുപോലെ രണ്ടാമത്തെ ടൈമിന്റെ ഇന്റഗ്രൽ എഴുതുമ്പോൾ b കോൺസ്റ്റന്റ് അത് പുറത്തേക്ക് എടുക്കാം. അത് ആദ്യം എഴുതാം. b into 1 by root of 2 pi into integral minus infinity to infinity g of x into e raised to negative I w x into dx is equal to a into ഡെഫിനിഷൻ അനുസരിച്ച് ഇത്രയും ഭാഗം എടുത്താൽ അത് എഫിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ഒരു ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷനെ ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് 1 by root 2 pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ആ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ നമുക്കതിനെ എഫ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് എഴുതാം. പ്ലസ് സിമിലർലി ബി ഇൻറ്റു ഇവിടെ ബി ഇൻറ്റു ബാക്കി വരുന്ന ഭാഗം ഇത്രയും ഭാഗം ഇതുപോലെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്, പക്ഷെ എഫ് മാറി ജി വന്നേക്കുകയാണ്. അപ്പോൾ അത് ജിയുടെ ട്രാൻസ്ഫോം ആണ്, ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ ബി ഇൻറ്റു എഫ് ഓഫ്
Thus, Fourier transform is a linear operation. പ്രൂഫ് എത്രയേ ഉള്ളൂ. അടുത്തത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഇത് നമ്മൾ ലാപ്ലേസിലും കൊസൈൻ ട്രാൻസ്ഫോമിലും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിലും പഠിച്ചതാണ്. അതുപോലെ ജനറൽ ട്രാൻസ്ഫോമിലും നമുക്ക് ഡെറിവേറ്റീവിന്റെ ട്രാൻസ്ഫോം കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ അറിയണം, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ അറിയണം. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ട്രാൻസ്ഫോം നോക്കാം. ഈ ഡെറിവേറ്റീവിന്റെ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നതിന് ചില കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിലും ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിലും പറഞ്ഞതുപോലെ പ്രധാന കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 ആയിരിക്കണം. അവിടെ നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ മതി. കാരണം എക്സിന്റെ വില 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ്. കൊസൈൻ ട്രാൻസ്ഫോമിലും സൈൻ ട്രാൻസ്ഫോമിലും നമ്മൾ പറയുമ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിലാണ് പറയുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയാണ്. എക്സിന്റെ വില മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാം. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ലിമിറ്റുകൾ രണ്ടെണ്ണം ഉണ്ട്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട്, എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയും എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി രണ്ട് ചേർത്ത് പറയുന്നതാണ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത്. അങ്ങനെ മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം ഫംഗ്ഷൻ 0യിലേക്ക് പോകണം. എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോയാലും പ്ലസ് ഇൻഫിനിറ്റിയിലോട്ട് പോയാലും ഫംഗ്ഷന്റെ വില 0യിലേക്ക് പോകണം. ആ പ്രോപ്പർട്ടി വേണം. പിന്നെ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, എഫ് ഡാഷ് ഇന്റഗ്രബിൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ മോഡ് എഫ് ഇന്റഗ്രബിൾ ആയിരിക്കണം. ആ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. Let f of x be continuous and f of x tends to 0 as mod x tends to infinity. Let f dash x be absolutely integrable on the x-axis. Then f of Fourier transform of f dash x ഒഴിവാക്കി പറയാം. Fourier transform of f dash is equal to IW into Fourier transform of f. എഫിന്റെ ട്രാൻസ്ഫോമിനെ IW കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഡാഷിന്റെ ട്രാൻസ്ഫോം കിട്ടും എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ പ്രൂഫിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ കണ്ടിന്യൂറ്റിയും എഫ് ഡാഷ് എക്സ് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആകണം എന്നുള്ളതൊന്നും പ്രൂഫിനകത്ത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നതല്ല. പ്രൂഫിനകത്ത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എക്സ് ടെൻസ് ഇൻഫിനിറ്റിയിലും എക്സ് ടെൻസ് മൈനസ് ഇൻഫിനിറ്റിയിലും എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആണ് എന്നുള്ളത്. ഈ പ്രൂഫ് നോക്കാം. The Fourier transform of f dash definition അനുസരിച്ച് 1 by root of 2 pi into integral minus infinity to infinity ഫംഗ്ഷൻ ഇവിടെ എഫ് ഡാഷ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് ഡാഷിന്റെ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് IW എക്സിനെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ കൊസൈൻ ട്രാൻസ്ഫോമിലും സൈൻ ട്രാൻസ്ഫോമിലും ചെയ്ത പോലെ അതൊന്ന് തിരിച്ചെഴുതിയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒരു തവണ അപ്ലൈ ചെയ്യുക. യൂഷ്വൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു നെഗറ്റീവ് IWX ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു dx ഈക്വൽസ് 1 by root of 2 pi ഇൻറ്റു ബ്രാക്കറ്റിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു നെഗറ്റീവ് IWX ഇൻറ്റു. അപ്പോൾ ഇത് ഇന്റഗ്രബിൾ ആയിരിക്കണം, ഈ ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആയിരിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷൻ പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രല് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ തിരിച്ച് നമുക്ക് പറയാം എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രല് എഫ് ഓഫ് എക്സ് ആണ്. മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇ റൈസ് ടു നെഗറ്റീവ് IWX ന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു നെഗറ്റീവ് IWX ഇൻറ്റു ചെയിൻ റൂൾ അനുസരിച്ച് നെഗറ്റീവ് IW ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു dx. നമ്മൾ ഈ ഇന്റഗ്രലിലെ ലിമിറ്റ് എഴുതണം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലിമിറ്റ് ഇട്ട് കൊടുക്കണം എക്സിന് പകരം. ഈക്വൽസ് 1 by root of 2 pi ഇൻറ്റു നമ്മളിവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എഫ് ഓഫ് ഇൻഫിനിറ്റി 0 ആണ്. കാരണം നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് എഫ് എക്സ് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നും രണ്ടുകൂടെ ചേർത്താണ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇ റൈസ് ടു നെഗറ്റീവ് I എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ
കോസ് ഡബ്ല്യു എക്സിനെയും സൈൻ ഡബ്ല്യു എക്സിനെയും ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കോസ് ഡബ്ല്യു എക്സ് മൈനസ് ഐ സൈൻ ഡബ്ല്യു എക്സ് എന്ന അതിനെപ്പോഴും ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂവേ കോസ് ഡബ്ല്യു എക്സിനും സൈൻ ഡബ്ല്യു എക്സിനും ഒക്കെ കിട്ടുകയുള്ളൂ. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, ഇൻഫിനിറ്റിയിലും -ഇൻഫിനിറ്റിയിലും ഒക്കെ. പക്ഷെ ഇപ്പുറത്ത് 0 വരുന്നത് കൊണ്ട് ഇൻറ്റു 0 ആയിരിക്കും. മൈനസ് ലോവർ ലിമിറ്റ് -ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ f ഓഫ് -ഇൻഫിനിറ്റി അതും 0 ആണ്. കാരണം f of x ടെൻസ് ടു 0 ആണ് ആസ് x ടെൻസ് ടു -ഇൻഫിനിറ്റി. രണ്ട ചേർത്താണ് mod x ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈനസ് ഇവിടെ ഈ മൈനസ് രണ്ടകത്ത് ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പൊ മൈനസ് ആകും. ആ ഐ ഡബ്ല്യു ഇനി പുറത്തെടുക്കുകയാണ്. ഐ ഡബ്ല്യു ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ബാക്കി ആദ്യം നമുക്ക് എഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു പിന്നെ ഈ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ് ഈക്വൽസ് ഇതങ്ങ് പോയി 0 ആയി പോയി. ബാക്കി 1/√2π കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഐ ഡബ്ല്യു ആദ്യം എഴുതുന്നു. ഐ ഡബ്ല്യു ഇൻറ്റു 1/√2π ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ ഈ ഐ ഡബ്ല്യുവിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഫാക്ടർ 1/√2π ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് എന്നതാണ്. അതെന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഡബ്ല്യു ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എഫ്. ദസ് എന്ത് കിട്ടി? ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഐ ഡബ്ല്യു ഇൻറ്റു ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ്. എഫിന്റെ ട്രാൻസ്ഫോമിനെ ഐ ഡബ്ല്യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഡാഷിന്റെ ട്രാൻസ്ഫോം കിട്ടും. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ഇതിനകത്ത് നമ്മൾ എഫിന് പകരം എഫ് ഡാഷ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസിംഗ് എഫ് ബൈ എഫ് ഡാഷ് ഇൻ ഇക്വേഷൻ 1 എന്ത് കിട്ടും? ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ദ ഹോൾ ഡാഷ് എന്നാകും. എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഐ ഡബ്ല്യു ഇൻറ്റു എഫ് ഓഫ് എഫിന് പകരം എഫ് ഡാഷ്. ഇരുവശത്തും എഫിന് പകരം എഫ് ഡാഷ് കൊടുക്കുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് എന്നാകും, അതായത് എഫ് ഡബിൾ ഡാഷ്. വീണ്ടും നമുക്ക് ഈ റൈറ്റ് സൈഡിലെ എഫ് ഓഫ് എഫ് ഡാഷിന് പകരം ഇക്വേഷൻ 1 വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഐ ഡബ്ല്യു ഇൻറ്റു എഫ് ഓഫ് എഫ് ഡാഷ് എന്ന് പറയുന്നത് വീണ്ടും ഐ ഡബ്ല്യു ഇൻറ്റു എഫ് ഓഫ് എഫ് ആണ്. അഗെയിൻ യൂസിങ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 വീണ്ടും യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് എഫ് ഡാഷിന് പകരം ഐ ഡബ്ല്യു ഇൻറ്റു എഫ് ഓഫ് എഫ് കൊടുക്കുക. അപ്പോൾ ഐ ഡബ്ല്യു ഇൻറ്റു ഐ ഡബ്ല്യു എന്നായി. ദാറ്റ് ഈസ് ഐ സ്ക്വയർ ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ്. ഐ സ്ക്വയറിന് പകരം നമുക്ക് -1 എന്ന് എഴുതാം. അപ്പോൾ -1 ഇൻറ്റു ഡബ്ല്യു സ്ക്വയർ ദാറ്റ് ഈസ് -w സ്ക്വയർ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുലയായി എഫ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എഫ്. ഇത് രണ്ട് സിമ്പിൾ ഡെറിവേഷൻസ് ആണ്, രണ്ടും പഠിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവിന്റെയും ഫോറിയർ ട്രാൻസ്ഫോംസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലകൾ. നെക്സ്റ്റ്, കോൺവല്യൂഷൻ. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ കോൺവല്യൂഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഡിഫൈൻ ചെയ്ത കോൺവല്യൂഷനിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ കോൺവല്യൂഷന്റെ ഡെഫിനിഷൻ നൊട്ടേഷൻ അതുപോലെ തന്നെയാണ്. എഫിന്റെയും ജിയുടെയും കോൺവല്യൂഷനെ എഫ് സ്റ്റാർ ജി എന്നാണ് നമ്മൾ എഴുതുന്നത്. എഫ് സ്റ്റാർ ജി. ആ എഫ് സ്റ്റാർ ജി അതായത് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്നാണ്. അത് കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാണ്. എഫ് എന്ന ഫംഗ്ഷന്റെയും ജി എന്ന ഫംഗ്ഷന്റെയും കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ പോലെ 0 to t എന്നല്ല, അല്ലെ 0 to x എന്നല്ല, -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാണ്. ഓഫ് അകത്ത് എഫ് ഓഫ് യു, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിൽ വേറൊരു വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നു എഫ് ഓഫ് യു, ഇൻറ്റു
ജി ഓഫ് എക്സ് മൈനസ് യു ഇൻറ്റു ഡി യു. അവിടെ യു എന്ന് പറയുന്നത് ഡമ്മി വേരിയബിൾ ആണ്. ആൻസർ എക്സിലായിരിക്കും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എക്സിന്റെ ടൈംസിലായിരിക്കും. അപ്പോൾ എഫും ജിയും എക്സിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ അവരുടെ കൺവല്യൂഷനും എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ എച്ച് എന്ന് വിളിക്കുവാണെങ്കിൽ അത് എച്ച് ഓഫ് എക്സ് ആണ്, എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് is defined as integral minus infinity to infinity f of u into g of x minus u into du. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, തിരിച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇന്റഗ്രൽ മൈനസ് എഫ് സ്റ്റാർ ജിയും ജി സ്റ്റാർ എഫ് ഈക്വൽ ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് യു ഇൻറ്റു ഡി യു, ഇങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോമിൽ നമ്മൾ കോൺവല്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി. ഇവിടെയുണ്ട് കോൺവല്യൂഷൻ തിയറം ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ പോലെ. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പഠിച്ച കോൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പഠിച്ചത് എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെയും. കോൺവല്യൂഷൻ ഡിഫൈൻ ചെയ്ത രീതിയിൽ വ്യത്യാസമുണ്ട്. കോൺവല്യൂഷന്റെ ഫോറിയർ ട്രാൻസ്ഫോമിലും വ്യത്യാസമുണ്ട്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു ഒരു റൂട്ട് ഓഫ് 2π അധികമായിട്ടുണ്ട്. റൂട്ട് ഓഫ് 2π ഇൻറ്റു എഫ് ഓഫ് എഫ് ഇൻറ്റു എഫ് ഓഫ് ജി. അപ്പോൾ കോൺവല്യൂഷന്റെ ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഓരോരുത്തരുടെയും അതിൽ വരുന്ന ഓരോ ഫംഗ്ഷന്റെയും ഫോറിയർ ട്രാൻസ്ഫോംസ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ കൂടെ റൂട്ട് ഓഫ് 2π കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇവിടെ കോൺവല്യൂഷൻ തിയറം. ഇനി അതൊരു പൂർണ്ണമായ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ പീസ്വൈസ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ആൻഡ് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ ദ എക്സ് ആക്സിസ്. ഇത് എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആയ, പീസ് വൈസ് കണ്ടിന്യൂസ് ആയ, ബൗണ്ടഡ് ആയ ഫംഗ്ഷൻസ് ആണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ്. ഇതാണ് അതിന് വേണ്ടുന്ന കണ്ടീഷൻസ്. പ്രൂഫിനകത്ത് നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, എങ്കിലും ആ പ്രൂഫ് വാലിഡ് ആവുന്നതിന് പാലിക്കേണ്ട വ്യവസ്ഥകളാണിത്. പീസ് വൈസ് കണ്ടിന്യൂസ് ആവുക, ബൗണ്ടഡ് ആവുക, അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആവുക എഫും ജിയും. അങ്ങനെയാണെങ്കിൽ എഫ് സ്റ്റാർ ജിക്കും ട്രാൻസ്ഫോം ഉണ്ടാവും. എഫ് സ്റ്റാർ ജിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2π ഇൻറ്റു എഫ് ഓഫ് എഫ് ഇൻറ്റു എഫ് ഓഫ് ജി ആയിരിക്കും. പ്രൂഫ് the Fourier transform of f star g is equal to definition അനുസരിച്ച് 1 by root of 2π into integral minus infinity to infinity. ഏത് ഫംഗ്ഷന്റെ ആണോ ട്രാൻസ്ഫോം കാണേണ്ടത് ആ ഫംഗ്ഷൻ എഫ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്നാണ്. എഫ് സ്റ്റാർ അത് എക്സിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എഫ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എഫ് സ്റ്റാർ ജി എച്ച് എന്ന് വിളിക്കുവാണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിലേക്ക് നമുക്ക് എഫ് സ്റ്റാർ ജിയുടെ ഡെഫിനിഷൻ ഇട്ട് കൊടുക്കാം. 1 by root of 2π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എഫ് സ്റ്റാർ ജിയുടെ ഡെഫിനിഷനും കോൺവല്യൂഷൻ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് യു ഇൻറ്റു ഡി യു. ഇങ്ങനെ വരും. ഇത്രയാ എഫ് സ്റ്റാർ ജി ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു യു ആണ്. ഇൻറ്റു ബാക്കി ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ആയി. വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സിലും ഉണ്ട്. രണ്ടിന്റെ ലിമിറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നല്ല, വേരിയബിൾ ലിമിറ്റ് അല്ല, കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ്. പക്ഷെ ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റി ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നാണ്. അങ്ങനെ കോൺസ്റ്റന്റ് ലിമിറ്റുകൾ വരുമ്പം, വേരിയബിൾ ലിമിറ്റ് അല്ലാതെ വരുമ്പം നമുക്ക് വെറുതെ അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി.
ഇന്റഗ്രേഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഡയഗ്രം ഒന്നും വരച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം ഇവിടെ ഹോൾ റീജിയനാണ്. -∞ to ഇൻഫിനിറ്റി, -∞ to ഇൻഫിനിറ്റി എന്നാണ്. വേരിയബിൾസ് ലിമിറ്റിൽ വരുന്നില്ല എങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇന്റഗ്രേഷന്റെ ഓർഡർ ഇന്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. du dx എന്നുള്ളത് തിരിച്ച് dx du എന്നാക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ എഴുതാൻ പോവാണ്. 1/√2π into integral -∞ to ഇൻഫിനിറ്റി f of u into അല്ല ഡബിൾ ഇന്റഗ്രൽ ആണ്. integral -∞ to ഇൻഫിനിറ്റി f of u into g of x minus u into e raised to negative ഫംഗ്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് എഴുതി e raised to negative iwx into du dx എന്നാണ്. ഞാനത് നേരെ തിരിച്ചെഴുതുകയാണ് dx du. അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സിലായി ഇന്റഗ്രേഷൻ, അത് കഴിഞ്ഞ് വിത്ത് റെസ്പെക്ട് ടു യുവിലായി. 1/√2π into ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി. ഇനി വീണ്ടും ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫംഗ്ഷൻസ് നമുക്ക് ആ ഇന്റഗ്രലിന്റെ പുറത്തോട്ട് മാറ്റാം. അതിൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫംഗ്ഷനേ ഉള്ളൂ, എഫ് ഓഫ് യു. അത് നമുക്ക് ആ ഇന്റഗ്രേഷന്റെ അകത്തുള്ള ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ഇത് എഫ് ഓഫ് യു എന്നാകും. എഫ് ഓഫ് യു ഇൻറ്റു ബാക്കി ബ്രാക്കറ്റിൽ ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി g of x minus u into e raised to negative iwx into dx. ഇതിനെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റു പിന്നെ പുറത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് du. അപ്പോൾ ആദ്യം ഈ അകത്തുള്ള ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ പോവാണ്. എക്സ് മൈനസ് യുവിന് വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. പുട്ട് v is equal to x minus u. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ, അപ്പൊ എക്സ് ആണ് വേരിയബിൾ. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യുവിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. യു കോൺസ്റ്റന്റ് ആണ് ഇവിടെ തൽക്കാലത്തേക്ക് യുവിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. എക്സിനെ വേരിയബിൾ ആയിട്ട് വെച്ചുകൊണ്ട് എക്സ് എന്ന വേരിയബിളിനെ വിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ വഴി. v is equal to x minus u എന്ന് കൊടുക്കുന്നു. അപ്പോൾ dv/dx എന്ന് പറയുന്നത് 1 എന്നാകും. 1 - 0 എന്നാവുന്നത് is equal to 1. അതുകൊണ്ട് dv എന്ന് പറയുന്നത് dx. പിന്നെ ലിമിറ്റിന് ചേഞ്ച് ഇല്ല. എക്സിന് നമ്മൾ -∞ കൊടുത്താൽ എക്സിന് -∞ കൊടുത്താൽ വിയും -∞ കിട്ടുന്നത്. -∞ മൈനസ് ഒരു കോൺസ്റ്റന്റ്, അത് -∞ തന്നെയാണ്. എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി മൈനസ് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മാറ്റമില്ല. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 1/√2π into integral -∞ to ഇൻഫിനിറ്റി f of u into ബ്രാക്കറ്റിൽ ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി g of v എന്നാകുന്നു. g of v into e raised to negative iw into x എന്ന. ഇനി x ഉണ്ടാകാൻ പാടില്ല. നമ്മൾ v is equal to x minus u എന്നാണ് കൊടുത്തത്. അപ്പോൾ തിരിച്ച് പറയാം v plus u is equal to x. കംപ്ലീറ്റ് വിയിലേക്ക് മാറണം, x എല്ലാം ഇല്ലാതാവണം. അപ്പോൾ എക്സിന് പകരം ഇവിടെ iwx-ലെ എക്സിന് പകരം v plus u എന്ന് കൊടുക്കും. v plus u ഇൻറ്റു dx എന്ന് പറയുന്നത് dv എന്നായി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പിന്നെ പുറത്തുള്ള du എഴുതുക. ഈക്വൽസ് സിംപ്ലിഫൈ ചെയ്യാം. 1/√2π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി f of u. ഈ ഇന്റഗ്രലിനകത്ത് ഇത് വിത്ത് റെസ്പെക്ട് ടു വിയിലാണല്ലോ ഇന്റഗ്രേഷൻ. വിയെ ഡിപ്പെൻഡ് ചെയ്യാത്തത് നമുക്ക് ആ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഈ എക്സ്പോണൻഷ്യലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഈ എക്സ്പോണൻഷ്യൽ ഫാക്ടറിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. e raised to negative iwv into e raised to negative iwu എന്ന് എഴുതാം. a raised to m plus n, a raised to m into a raised to n എന്ന് എഴുതാം. അപ്പൊ ആ -iw കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് ഫാക്ടറായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം വിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടറാണ് e raised to negative iwu എന്നുള്ളത്. അത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ അതുകൂടി എഫ് ഓഫ് യുവിന്റെ കൂടെ കൊണ്ടുവരികയാണ്. അത് യുവിന്റെ ഫംഗ്ഷനാണ്. e raised to negative iwu. ബാക്കി ബ്രാക്കറ്റിൽ എഴുതുന്നു. ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി g of v into e raised to negative iwv into dv. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇൻറ്റു du
ഈക്വൽസ്. ഇപ്പോഴാ ബ്രാക്കറ്റിലുള്ളത് ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിലുള്ള ടേം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് വി ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു വി ഇൻറ്റു ഡി വി. നമ്മൾ വിക്ക് പകരം എക്സ് എന്നിട്ട് വായിക്കുവാണെങ്കിൽ ജി ഓഫ് എക്സ് ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ്. ഒരു ഫംഗ്ഷനെ ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ പുറത്ത് 1/√2 പൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ 1/√2 പൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി എന്ന് എഴുതായിരുന്നു. അന്നേരം അത് ജിയുടെ ട്രാൻസ്ഫോം ആകും അല്ലേ. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഫംഗ്ഷൻ ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു ഇൻറ്റു എന്താണോ വേരിയബിൾ, ആ വേരിയബിൾ വരണം, അവിടെ വി ആണ്, ഇൻറ്റു ഡി വി. അന്ന ഇന്റഗ്രലിനെ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് 1/√2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം. അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 1/√2 പൈ ഇല്ല, ബ്രാക്കറ്റിനകത്ത് ഇതില്ല. അപ്പൊ അത് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ അതിന്റെ കൂടെ √2 പൈ ഇൻറ്റു എന്ന് എഴുതാം, √2 പൈ ഇൻറ്റു എന്ന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് √2 പൈ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/√2 പൈ 1/√2 പൈ into integral minus infinity to infinity f of u into e raised to negative I w u into √2 pi into g into Fourier transform of g. പിന്നെ പുറത്തുള്ള ഡി യു ഉണ്ട് ഇൻറ്റു ഡി. ഇതിലെ ഈ √2 പൈയും എഫ് ഓഫ് ജിയും യുവിന് ഇൻഡിപെൻഡന്റാ. ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ ഇത്രയും കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് യുവിൽ നോക്കുമ്പോൾ യുവിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് നമുക്ക് ഈ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് മാറ്റാം. പുറത്തേക്ക് എടുക്കുമ്പോൾ √2 പൈ ക്യാൻസൽ ആയി പോകും. ബാക്കി എഫ് ഓഫ് ജി ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സ്മോൾ എഫ് ഓഫ് യു ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു യു ഇൻറ്റു ഡി യു. വീണ്ടും നോക്കുക, ഇപ്പൊ ഈ ബോക്സിൽ എഴുതിയ പോലെ ഇതേപോലുള്ള ഇന്റഗ്രലാണ്. ഇതേപോലെ തന്നെ വന്നേക്കുന്നത് ഇതാണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു യു ഇൻറ്റു ഡി യു. വി മാറി യു വരുന്നത് ഡമ്മി വേരിയബിൾ ആണ്, ഏത് വേരിയബിളോ ആയിക്കൊള്ളട്ടെ. പക്ഷെ ജിക്ക് പകരം ഇവിടെ ജി ആണെങ്കിൽ ഇവിടെ എഫ് ആണ്. സോ ഇത് എഫിന്റെ ട്രാൻസ്ഫോം ഇൻറ്റു √2 പൈ എന്നാണ്. ഇപ്പറേ വശത്ത് 1/√2 പൈ ഇല്ല. അതില്ലാത്തത് കൊണ്ട് റൈറ്റ് സൈഡിൽ നമ്മൾ √2 പൈ ഇൻറ്റു എന്ന് എഴുതണം. √2 പൈ ഇൻറ്റു ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ആണിത്. അപ്പോൾ നമുക്ക് ആ ഇന്റഗ്രലിന് പകരം √2 പൈ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് എഴുതാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഇൻറ്റു √2 പൈ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇസ് ഈക്വൽ ടു √2 പൈ ആദ്യം എഴുതാം. √2 പൈ ഇൻറ്റു പ്രോഡക്റ്റ് ആണല്ലോ, ഏത് വേണമെങ്കിലും നമുക്ക് ഓർഡർ മാറ്റി എഴുതാം. എഫ് ഓഫ് എഫ് അതിന് ശേഷം എഴുതുന്നു. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. 3 ഫാക്ടേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. √2 പൈ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദസ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി. എഫ് സ്റ്റാർ ജിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് √2 പൈ ഇൻറ്റു എഫ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് is the convolution theorem for Fourier transforms.